നമസ്കാരം. ഗുരുവായൂർ ഏകാദശി എങ്ങനെയാണ് ആ വ്രതം അനുഷ്ഠിക്കുക? 2025 ഡിസംബർ 1 ഗുരുവായൂർ ഏകാദശിക്ക് വ്രതം എടുക്കേണ്ട രീതി വിശദീകരിക്കാം. ഏകാദശി വ്രതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട്. ഏകാദശി വ്രതാനുഷ്ഠാനം. ഏകാദശിയുടെ തലേന്നുള്ള ദശമി, അതായത് നവംബർ 30 മുതൽ വ്രതം തുടങ്ങുന്നു. ദശമി ദിവസം, അതായത് നവംബർ 30 ഒറ്റയടി നിരാഹാരം എന്ന് പറയും. അതായത് ദശമിക്ക് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക. അതായത് അത്താഴം ഒഴിവാക്കി ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. ആ ഒരു നേരത്തെ ഭക്ഷണം ലഘുവായ ഭക്ഷണമായിരിക്കണം. അതായത് ഗോതമ്പ്, പാൽ, പഴങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം കഴിക്കാം. ഉച്ചയ്ക്ക് ശേഷം ധാന്യാഹാരം, അതായത് അരി ആഹാരം ഒഴിവാക്കുന്നതാണ് ഉചിതം. ബ്രഹ്മചര്യം. ദശമി മുതൽ ദ്വാദശി വരെ 3 ദിവസം ബ്രഹ്മചര്യം പാലിക്കണം. ഏകാദശി ദിവസം, അതായത് ഡിസംബർ 1 പൂർണ്ണ ഉപവാസമാണ്. അന്ന് സൂര്യോദയം മുതൽ ദ്വാദശി പ്രഭാതം വരെ പൂർണ്ണമായി ഉപവസിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായത്. അന്ന് പൂർണ്ണ ഉപവാസമായതിനാൽ തുളസി വെള്ളം മാത്രമേ ചിലർ കുടിക്കാറുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ നോക്കരുത്. കാരണം നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പൂർണ്ണ ഉപവാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നന്നായി വെള്ളം കുടിക്കുക. പാൽ, പഴങ്ങൾ, കരിക്കിൻ വെള്ളം, തുളസിയില ഇട്ട വെള്ളം, ചുക്കുവെള്ളം എന്നിവയെല്ലാം കുടിക്കാം. ഫ്രൂട്ട്സുകൾ, നല്ല നല്ല ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാം. ഇതിൽ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് അരി ആഹാരം, ഉള്ളി, വെളുത്തുള്ളി, മസാലകൾ, മാംസം എന്നിവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ശരീരം നന്നായി ശ്രദ്ധിക്കുക. ക്ഷീണമുണ്ട്, തലക്കറക്കമുണ്ട്, എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. പിന്നെ ഗുരുവായൂർ ദർശനം. സാധിക്കുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ പുണ്യകരമാണ്. അന്ന് ഭഗവാനെ ഭജിച്ച് നാമജപം ചെയ്ത് ഭക്തിയിൽ മുഴുകി സമയം ചെലവഴിക്കുക. അവിടെ പോകുവാൻ സാധിക്കാത്തവർ സ്വന്തം ഗൃഹത്തിലിരുന്ന് ഭഗവാനെ നല്ല ഭക്തിയോടുകൂടി നാമജപം ചെയ്യുക. പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ടാകും, അവരായാലും ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിച്ചു കൊണ്ടിരിക്കുക. ഉറക്കം ഒഴിവാക്കുക, അതായത് പകലുറക്കം പൂർണ്ണമായും ഒഴിവാക്കണം. രാത്രി ഉറക്കമുളച്ച് ഭജനയിൽ മുഴുകുന്നതും നല്ലതാണ്. അത് പറ്റുന്നവർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ദ്വാദശി ദിവസം, അതായത് ഡിസംബർ 2 വ്രതം അവസാനിപ്പിക്കലാണ്. ഈ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങിനാണ് പാരണ എന്ന് പറയുന്നത്. ദ്വാദശിക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ സൂര്യോദയ ശേഷം വ്രതം അവസാനിപ്പിക്കണം. 2025 ഡിസംബർ 2 രാവിലെ 6:40 മുതൽ 10:49 വരെയാണ് ഇതിൻ്റെ സമയം. ഈ സമയത്തിനുള്ളിൽ വേണം നമ്മൾ വ്രതം അവസാനിപ്പിക്കുവാൻ. വ്രതം അവസാനിപ്പിക്കുവാനായിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ തുളസിയിലയും പിന്നെ മലർ അതും ഇട്ട് വയ്ക്കുക. എന്നിട്ട് അത് ഭഗവാന്റെ മുന്നിൽ വെച്ച് നമ്മൾ ഭഗവാനെ സമർപ്പിച്ച് ആ വെള്ളം കുടിച്ച് വേണം ഇത് തീർക്കുവാനായി. പിന്നെ പല വിദേശത്തുള്ളവർക്ക് ഈ തുളസിയിലയൊന്നും കിട്ടണമെന്നില്ല. ഈ തുളസിയില തീരെ കിട്ടാൻ മാർഗമില്ലാത്തവർ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ ഒരു 5-6 പച്ചരി, കുറച്ച് മാത്രം പച്ചരി ഇട്ട് വെച്ച് ഇതുപോലെ കുടിക്കുക. അങ്ങനെ നമ്മുടെ വ്രതം അവസാനിപ്പിക്കാൻ സാധിക്കും. ആദ്യ ഭക്ഷണം നെല്ലിക്ക, ഉണക്കമുന്തിരി, ചെറുപയർ കഞ്ഞി, അങ്ങനെ ഒരു നേരം സാധാരണ ഭക്ഷണങ്ങൾ അങ്ങനെ എന്തുമാകാം. സാധാരണയായി ദ്വാദശിക്ക് 2 നേരം ഭക്ഷണം കഴിക്കുകയാണ് ഉചിതം. പിന്നെ അന്നേ ദിവസം മത്സ്യമാംസം എല്ലാം പൂർണ്ണമായി അന്നും കൂടി ഒന്ന് ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക. അതായത് അന്ന് രാവിലെ നമ്മൾ വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതോടുകൂടി വ്രതം തീർന്നല്ലോ, ഏകാദശി വ്രതം തീർന്നല്ലോ, ഇനി മത്സ്യം, മാംസം എല്ലാം കഴിക്കാം എന്ന് കരുതരുത്. അന്നത്തെ ആ ദിവസം കൂടി നമ്മൾ ഒന്ന് ശുദ്ധമായിരിക്കണം.
അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.